വേണ്ടി ചിലത് ചെയ്തിട്ടും മിസ്രൈം വിട്ട് ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം. എൻ്റെ പ്രിയരെ, ദൈവം കൺഫോർമേഷൻ തരാതെ ഒരു വിഷയത്തിലും കൈവെക്കരുത്. വാഗ്ദത്തം കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നിന്റെ വാഗ്ദത്തത്തിന്റെ സമയത്തിന് മുന്നമേ നീ ചുവട് വെക്കരുത്. നിന്റെ വാഗ്ദത്തത്തിന്റെ സമയത്തിന് മുന്നമേ ചുവട് വെച്ചാൽ മോശയുടെ മുൻപിൽ യഹോവയായ ദൈവത്തിന്റെ ശബ്ദം അടഞ്ഞു പോയതുപോലെ താൻ മിദ്യാനിലേക്ക് പോകുവാനിടയായി തീർന്നു. മിദ്യാനിൽ താൻ പാർത്തുകൊണ്ടിരുന്നപ്പോൾ, മിദ്യാനിൽ ചെന്ന് മോശ ഒരു പക്ഷേ ചിന്തിച്ചിരിക്കും, ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കാറുള്ളത്. എന്തെങ്കിലും ജീവിതത്തിന് ഒരു തകരാറ് വന്നു കഴിയുമ്പോൾ ഇനിയൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി എല്ലാം ഇവിടെ നിർത്തിയേക്കാം, ബൈബിളും എടുത്ത് അടച്ചു വെക്കും, ആ പ്രാർത്ഥനാ മുറി അടച്ചു വെക്കും, എന്നിട്ട് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിരിക്കും. മോശ ഇനി ഒരു കുടുംബജീവിതമൊക്കെ ആകാമെന്ന് പറഞ്ഞ മിദ്യാനിൽ പോയി ഒരു മിദ്യാന സ്ത്രീയെ വിവാഹം കഴിച്ചു. മിദ്യാന്യ പുരോഹിതന്റെ മകളെ വിവാഹം കഴിക്കുവാനിടയായി തീർന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വായിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ തകർന്ന ഓടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. മോശ ഒരു പുകയുന്ന തിരിയുടെ അനുഭവത്തിലേക്ക്, താൻ കത്തി നിന്ന ഒരു വ്യക്തിയായിരുന്നു. കത്തി നിന്നപ്പോൾ യഹോവയ്ക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ചിലത് ചെയ്തു. തകർച്ചയുടെ അനുഭവം, താൻ ഒരു പുകയുന്ന തിരിയായി മാറി. എന്താണ് ഈ പുകയുന്ന തിരിയുടെ പ്രത്യേകത? തീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തീയുണ്ട്, പക്ഷെ തീയേക്കാൾ അധികം പുകയാണ്. പല ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലും തീയേക്കാൾ അധികം പുകയാണ്. നല്ലൊരു കാറ്റടിച്ചാൽ പുക അങ്ങ് മാറും, പിന്നെ ഒന്നുമില്ല. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. പുകയുന്ന തിരിയായി മാറിയ, തന്റെ ഉള്ളിലെ ഫയർ കെട്ടുപോയ മോശ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, തന്റെ വിളി ഭയങ്കരമാ, പക്ഷെ അതൊക്കെ ഒരു പെട്ടിക്കകത്ത് മാറ്റിവെച്ച് തകർന്നു പോയ മോശ, പുകയുന്ന തിരിയായിരിക്കുന്ന മോശ. അങ്ങനെ പുകയുന്ന തിരിയായിരിക്കുന്ന മോശയുടെ മുൻപിലേക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? പുറപ്പാട് നിങ്ങൾ നോക്കിക്കേ, തന്റെ അവസ്ഥ എവിടെയായി? താൻ ഒരു റോങ് സ്റ്റെപ്പ് വെച്ചപ്പോൾ താൻ മിദ്യാനിലെ പുരോഹിതന്റെ ആടുകളുടെ ഇടയനായി തീർന്നു. വായിച്ചാട്ടെ. അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. പുകയുന്ന തിരിയുടെ മുൻപിൽ, മോശേ നീ കെടാൻ പോവുകയാ, നീ തെടാൻ പോകുന്നതിന്റെ മുന്നമേ അഗ്നിയിൽ ദൈവം തനിക്ക് പ്രത്യക്ഷനായി. എന്റെ പ്രിയരെ, എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവം. ദൈവത്തിന് നന്നായി ഒരു കാര്യം അറിയാം, മോശയുടെ തിരികെടാൻ പോകുകയാണ്. അവന്റെ ഉള്ളിൽ ഇനി വിശ്വാസത്തിന്റെ ഒരു കണിക മാത്രമേ ഉള്ളൂ. ഇനി അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അത് അഗ്നിയായി മാത്രമേ പ്രത്യക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. എന്താ കാരണം? എനിക്ക് മോശയെ ഒന്നുകൂടെ കത്തിക്കാനുണ്ട്. എനിക്ക് മോശയുടെ ഹൃദയത്തിൽ കെട്ടുപോയ ആത്മാവിന്റെ തീയെ ഒന്നുകൂടെ കത്തിക്കാനുണ്ട്. കാരണം അവനൊരു ദേശത്തെ പിടിക്കാനുള്ളവനാ, അവനൊരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാനുള്ളതാ. അവന്റെ വിശ്വാസം ഇന്നും അവന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവനെ കത്തിക്കുവാൻ അഗ്നിയിൽ ഇറങ്ങിയ ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. എന്റെ പ്രിയരെ, എന്റെ പ്രശ്നങ്ങൾ പലതാ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പലതാ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ പലതാ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ പലതാ. ഏതവസ്ഥയിലും എനിക്കും നിങ്ങൾക്കും ആവശ്യമാകുന്ന രീതിയിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ യാഹാകുന്ന യഹോവ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് പകരം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് തുറന്നിടാം. തീ കെട്ടുപോയ മോശയുടെ മുൻപിൽ ഒരു മുൾപടർപ്പിനുള്ളിൽ തീയായി താൻ പുറപ്പെട്ടു വന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ജോലി മേഖലയിലാണോ? ആരോഗ്യ മേഖലയിലാണോ? നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലാണോ? തലമുറകളെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, യാഹന്നവൻ, ഹല്ലേലൂയ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു, ഹല്ലേലൂയ, അവന്റെ കയ്യിൽ ഹല്ലേലൂയ അധികാരത്തിന്റെ ദണ്ഡുള്ളതിനാൽ ഹല്ലേലൂയ, ചുടാമന ഹശസ്യാന്ധുനിയ, കർത്താവിന്റെ സ്തോത്രം. തന്നെ കത്തിക്കുവാൻ യഹോവയായ ദൈവം തനിക്ക് മുൻപിൽ ഇറങ്ങി വന്നു. എന്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മീക ജീവിതം പുകയുന്ന തിരിയോട് സമാനമാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ വീണ്ടും കത്തിക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ തന്നെ കുഴിച്ചിട്ട ചില വാഗ്ദത്തങ്ങളുടെ മണ്ഡലങ്ങളെ പുറത്തെടുക്കുവാൻ
ദൈവത്തിന് ഇന്ന് പകൽ നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നോക്കി സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവ പുരുഷനായ മോശയുടെ സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? 90-1. Praise the Lord. Lord, you have been our dwelling place in all generation. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ദൈവപുരുഷനായ മോശ എഴുതിയ 90-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ താൻ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, താൻ വേറെ ഒന്നും പറഞ്ഞില്ല, യോർദാനെ കുറിച്ച് പറഞ്ഞില്ല, എരിഹോവിനെ കുറിച്ച് ഒന്നും പറയാതെ അതിന്റെ ആദ്യത്തെ വാക്യം, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. അർത്ഥം, ദൈവം ഇത് ചെയ്തതൊന്നും ഞാനല്ല, ഞാൻ ആ സങ്കേതത്തിലേക്ക് വന്ന് മാറിയിരുന്നത് കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിച്ച ഒരു ദൈവത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന മോശയെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ലോർഡ്, യു ഹാവ് ബീൻ അവർ dwelling place in all generation. എല്ലാ ജനറേഷനുകളിലും, എല്ലാ സീസണുകളിലും, എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് മറയുവാൻ ഒരു പാറയുണ്ട്. അവന്റെ പേര് ക്രിസ്തുവാകുന്ന പാറ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യം ഏതായിരുന്നാലും, നാം കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ ആഴങ്ങൾ എത്രയുണ്ടെങ്കിലും നമുക്ക് മറയുവാൻ ഒരു പാറയുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കുന്ന പാറ, നമ്മെ ശക്തീകരിക്കുന്ന പാറ, നമ്മെ ബലപ്പെടുത്തുന്ന പാറ, നമ്മുടെ അസ്ഥികളെ ശക്തീകരിക്കുന്ന പാറ, നമ്മെ രോഗത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന പാറ, പൈശാചിക മേഖലകളിൽ നിന്ന് തന്റെ ചിറകുകൊണ്ട് നമ്മെ മറയ്ക്കുന്ന പാറ. ഹല്ലേലൂയ. ആ പാറയ്ക്ക് ഇന്ന് പകൽ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. രണ്ടാമത്തേത്, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുന്നമേ നീ അനാദിയും ശാശ്വതവുമായ ദൈവം ആകുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, even from everlasting to everlasting you are God. Hallelujah. താൻ ശാശ്വതവും അനാദിയുമായി ദൈവമാകുന്നു. മോശ കണ്ടൊരു ദൈവത്തിന്റെ പ്രത്യേകത. പ്രിയരെ, നാം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിലും ഒരു പ്രതികൂലം വരുമ്പോൾ ഇത് നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? കർത്താവേ അങ്ങ് ശാശ്വതവും അനാദിയുമാകുന്ന ദൈവമാകുന്നു, എനിക്ക് മറയുവാനുള്ള അങ്ങ് പാറയാകുന്നു. പ്രൈസ് ദി ലോർഡ്. മോശ പ്രതികൂലങ്ങളിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും ധൈര്യത്തോടെ ആ കാഴ്ചപ്പാട് വിളിച്ചു പറയുവാൻ മോശയ്ക്കായി. അടുത്ത 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, you turn man back into dust and say return o child of men. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്നു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുന്നു, മനുഷ്യപുത്രനെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. അതായത് പൊടിയിലേക്ക് ചേരുകയും ചെയ്യുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ഇതെന്താണ് ഇവിടെ ആശയം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഈ മണ്ണിലേക്ക് മാറുകയും ആത്മാവ് നമ്മെ സൃഷ്ടിച്ചവനായ കർത്താവിലേക്ക് മടങ്ങി പോവുകയും വേണം. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നെടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ സൃഷ്ടിച്ചു എന്നൊരു വാക്ക് വരുന്നു. ഉൽപ്പത്തി പുസ്തകം 2:7 വായിക്കാമോ? നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. God created man in his own image. ആ വാക്ക് ക്രിയേഷൻ എന്നുള്ള ഒരു വാക്കാണ് വരുന്നത്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക. There was nothing but God created men out of nothing എന്നുള്ള ആശയം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 2:7 വരുമ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ഈ നിർമ്മിക്കുക എന്നുള്ള വാക്ക് ഫോംഡ് എന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് സംതിങ് ഐ ഫോം സംതിങ്. there was something there already and out of that I made something എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു കോൺട്രഡിക്ഷന്റെ യാതൊരു ആവശ്യവുമില്ല. ഈ ഗോഡ് ഫോം മെൻ എന്ന് പറയുന്നത് നിലത്തെ പൊടി കൊണ്ട് ഈ ഒരു രൂപമുണ്ടാക്കി
ആത്മാവിനെ സ്വർഗത്തിൽ ഉണ്ടാക്കി സൃഷ്ടിച്ചു. ആ ആത്മാവിനെ ഈ ശരീരമാകുന്ന ദേഹത്തിലേക്ക് ഊതുകയും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുകയും ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഈ മണ്ണിൽ നിന്ന് എടുത്ത ഇതിലേക്ക് നമ്മുടെ ശരീരം പോകും. എന്നാൽ നമ്മുടെ ആത്മാവ് നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ സന്നിധിയിൽ, അത് ന്യായവിധിക്കാകട്ടെ എന്തുമാകട്ടെ, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നൊരാശയം ആ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 4-ാം വാക്യം വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഒരു സമയത്തെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു കാൽക്കുലേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1000 സംവത്സരം, അതായത് 1000 വർഷം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. കർത്താവേ, എന്റെ വാഗ്ദത്തം എന്താ വരാത്തത്? ഞാൻ വാഗ്ദത്തം കേട്ടിട്ട് 5 വർഷമായല്ലോ. കർത്താവേ, എന്നെ പീഡിപ്പിക്കുന്ന, എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടപിശാച് കുറെ നാളായിട്ട് എന്റെ പുറകെ ഉണ്ടല്ലോ, എന്താ എനിക്ക് വിടുതലില്ലാത്തത്? എന്റെ പ്രിയരെ, ദൈവത്തിന് സകലത്തിനും ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അകൃത്യ സമയത്ത് നമുക്ക് വേണ്ടി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ അകൃത്യ സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്റെ പ്രിയരെ, ഒരിക്കലും ദൈവത്തോട് സമയം ചോദിക്കരുത്. കാരണം നമ്മുടെ 1000 വർഷമാണ് ദൈവത്തിന്റെ ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് മാത്രം ചിന്തിച്ചാൽ മതി. 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെ. പ്രിയരെ, അതതിന്റെ കാര്യങ്ങൾ അതത് സമയത്ത് ചെയ്യുന്ന, ടൈം കീപ്പ് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കേണ്ട ഒരു നന്മയും മിസ്സാകത്തില്ല. നിങ്ങൾ അനുഭവിക്കേണ്ട വിടുതൽ ഒരിക്കലും മിസ്സാകത്തില്ല. നിങ്ങളുടെ രോഗസൗഖ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുകയില്ല. സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവത്തെ ഞാനും നിങ്ങളും സേവിക്കുന്നത് കൊണ്ട് ആ കർത്താവിനെ നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ആ വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. 17-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാൽ, 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ദാസന്മാർക്ക്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും നിന്റെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഇതിന്റെ ഈ വാക്യത്തിന്റെ അർത്ഥം, ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നാളുകളിൽ ദൈവമഹത്വം നമ്മുടെ തലമുറയിലേക്ക് പോകും. അത് ഒന്നുകൂടെ വായിക്കാൻ വെച്ച വാക്യം, നിന്റെ ദാസന്മാർക്ക്, എനിക്കും നിങ്ങൾക്കും, നിന്റെ പ്രവൃത്തിയും. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, let your work appear to your servants and your majesty to their children. എന്റെ പ്രിയരെ, നാം ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു പ്രാപിക്കുന്ന ചില വിടുതലുകൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലുകളായിട്ട് കാണുന്നു. എന്നാൽ നാളുകളിൽ അത് ദൈവത്തിന്റെ മജസ്റ്റിയായി, ദൈവത്തിന്റെ ഒരു ഗ്ലോറിയായി, ദൈവത്തിന്റെ തേജസ്സായി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വെളിപ്പെടും. തലമുറയായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തിന്റെ ഒരു ഇമ്പാർട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആകട്ടോ. അപ്പനും അമ്മയും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ നാളുകളിൽ തലമുറകൾ മഹത്വം കണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്താൽ തലമുറകൾ ദൈവത്തിന്റെ ഗ്ലോറി കണ്ടിരിക്കും. അതിന്റെ പ്രോമിസായി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തി. മലയാളം വായിച്ചാൽ അത്ര അങ്ങോട്ട് കിട്ടത്തില്ല, ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? And splendor to their children. അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ ഒരു തലമുറ പോലും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഇന്ന് എന്റെ മുഴുവൻ സബ്ജക്റ്റും അല്ലെങ്കിൽ എന്റെ കൂടുതൽ സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോകുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം അവർ പഠിച്ചതുപോലല്ല ഈ വർഷം പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് ലഭിച്ച ആശയങ്ങളല്ല ഈ വർഷം ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം അവർ കണ്ടുമുട്ടിയ സാഹചര്യങ്ങൾ, കണ്ടുമുട്ടിയ ഫ്രണ്ട്ഷിപ്പുകളല്ല ഇനിയും അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഏത് പ്രതികൂലം വന്നാലും അവരെ ശക്തരാക്കേണ്ടതിന്, ആ പ്രതികൂലത്തെ ജയിക്കുവാൻ അവരെ പ്രാപ്തരാക്കേണ്ടുന്ന ഒരു കടമ, ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കളാകുന്ന എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൊണ്ട് ഇന്ന് പകൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവ പുരുഷനായ മോശ, ഈ മാസത്തിന്റെ ആദ്യം, ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യം ദൈവം എന്നോട് വ്യക്തിപരമായി ഇടപെട്ട ഒരു സബ്ജക്റ്റ് ആണ് റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ റിസ്റ്റോറേഷൻ എന്നുള്ള വാക്ക് പാപം ചെയ്ത് അല്ലെങ്കിൽ ഈ പാപത്തിൽ നിന്ന് മടങ്ങി വരിക എന്നുള്ളൊരു ആശയമാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്.
കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓഗസ്റ്റ് മാസം ചില ജീവിതങ്ങളിൽ, പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിൽ ചില ഏരിയകളിൽ ഒരു റിസ്റ്റോറേഷൻ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ ആയിരിക്കുമ്പോഴാണ് മോശയുടെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. മോശയുടെ തിരി കെട്ടുപോയി. പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിഞ്ഞ മോശ, എന്നാൽ സകലതും തകർന്ന് മിദ്യാനിലേക്ക് പോയി. ഹല്ലേലൂയ. ഒരു പുകയുന്ന തിരിയായി മാറിയ മോശ, ആ പുകയുന്ന തിരിയുടെ മുൻപിലേക്ക് അഗ്നിപ്പടർപ്പിൽ, ഹല്ലേലൂയ, അഗ്നിയായി മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട മോശയുടെ ദൈവം. എന്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു റിസ്റ്റോറേഷൻ വേണം. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് ചിന്തിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നിങ്ങൾക്കൊരു റിസ്റ്റോറേഷൻ വേണം. നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു റിസ്റ്റോറേഷൻ ആവശ്യമുണ്ടോ? തിരുവചന ധ്യാനത്തിൽ നിങ്ങൾക്കൊരു റിസ്റ്റോറേഷൻ ആവശ്യമുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് കയറുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് നിങ്ങൾക്കെതിരായി തിരിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, പെട്ടെന്ന് നിങ്ങളുടെ സാഹചര്യങ്ങൾ തിരിഞ്ഞതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു റിസ്റ്റോറേഷൻ ആവശ്യമുണ്ട്. നിങ്ങളുടെ മുൻപിൽ മുൾപ്പടർപ്പാണെങ്കിലും അതിനെ തീയാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ഒരു റിസ്റ്റോറേഷന്റെ പകലായി ഇത് മാറട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നന്നായി പ്രസംഗിച്ചു, ഇന്ന് എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല. എന്റെ സഹോദര, നിനക്കൊരു റിസ്റ്റോറേഷൻ ആവശ്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നന്നായിട്ട് പ്രവചിച്ചു, എനിക്ക് ഇന്നത് കഴിയുന്നില്ല. എന്റെ സഹോദര, സഹോദരി, നിനക്കൊരു റിസ്റ്റോറേഷൻ ആവശ്യമുണ്ട്. നിന്നെ റിസ്റ്റോർ ചെയ്യുന്ന, നിന്നെ പുതുക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നീ ആയിരിക്കുന്ന ബോക്സിൽ നിന്ന് നിന്നെ പുറത്തെടുത്ത് നിന്നെ വീണ്ടും അഭിഷേകത്തിൽ നിറച്ച് സഭയ്ക്ക് പ്രയോജനമായി, ദൈവരാജ്യത്തിൽ പ്രയോജനമായി നിന്നെ വീണ്ടും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് നസ്രയനാകുന്ന യേശുവ. അവന്റെ തൊങ്ങൽ തൊട്ടാൽ നിന്റെ അവസ്ഥ മാറും. അവന്റെ തൊങ്ങൽ തൊട്ടാൽ ഇന്ന് പകൽ നിന്നെ മൂടിയിരിക്കുന്ന ചില ഡാർക്ക് ക്ലൗഡുകൾ യേശുവിന്റെ നാമത്തിൽ നിന്നെ വിട്ടു മാറും. അവന്റെ തൊങ്ങൽ തൊട്ടാൽ നിന്റെ രൂപം മാറും. അവന്റെ തൊങ്ങൽ തൊട്ടാൽ നിന്റെ അവസ്ഥ മാറും. അവന്റെ തൊങ്ങൽ തൊട്ടാൽ നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ നിനക്കെതിരെ വാവൊളിച്ചു നിൽക്കുന്ന ചില സർപ്പശക്തികൾ നിന്റെ മുൻപിൽ ഈ പകൽ കീഴടങ്ങുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നസ്രയൻ ഇതിന്റെ മധ്യേ നടമാടുന്നത് കൊണ്ട് ആ തൊങ്ങലിനെ ആത്മാവിൽ പിടിക്കുവാൻ കഴിയുന്നവർ ഇന്ന് പകൽ ദൈവം ചിലർ റിസ്റ്റോർ ചെയ്യുക. ഇന്ന് പകൽ ചിലരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം റിസ്റ്റോർ ചെയ്യുക. ചിലരുടെ തലമുറയെ കുറിച്ചുള്ള ഭാരത്തെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റുക. ചില തലമുറകൾ ഈ പകൽ അഭിഷേകത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് കയറുക. നാളുകളായി നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ചില ചങ്ങലകളുടെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയുക. സഹോദര, സഹോദരി, ലോകം നിന്നെ വിളിക്കുന്ന പേരല്ല നിന്റെ പേര്. നീ ദൈവ പുരുഷൻ. ഞങ്ങളൊക്കെ വാഴ്ത്തുന്ന കർത്താവ്, ശക്തികൾ എത്ര മുഖങ്ങൾ വെച്ചാലും നിനക്ക് മുൻപിൽ ഇറങ്ങി വരുന്ന, നിന്റെ മുൾപ്പടർപ്പിന്റെ മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യമുണ്ട്. We thank you, Jesus. We thank you, Jesus. കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു റിസ്റ്റോറേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ കണ്ണുകളും അടഞ്ഞിരുന്നാട്ടെ. കർത്താവേ, എനിക്കൊരു റിസ്റ്റോറേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അപ്പൊ ഇന്നലകളിൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇന്നലകളിൽ എന്റെ ദൈവത്തോട് എനിക്കൊരു ആർത്തി ഉണ്ടായിരുന്നു. ഇന്നലകളിൽ എന്റെ ദൈവത്തോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു.
അപ്പ എവിടെയോ ഒന്ന് കുറഞ്ഞതുപോലെ, ആ സ്നേഹത്തിന്റെ ഗ്രാഫ് ഒന്ന് താണതുപോലെ. കർത്താവേ, എന്റെ ജീവിതത്തിൽ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടാണോ എനിക്കറിയില്ല, എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നത് കൊണ്ടാണോ എനിക്കറിയില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു